ഹാജിയാര് വനത്തിൽ നിന്ന് തടി കൊണ്ടിരുന്ന ജോലിക്ക് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കള്ളത്തറിയാ, എന്നാലും കാശ് കിട്ടും. പിന്നെ വക്കീൽ നാരായണമേനോന്റെ മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുപോയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ജോലിയും ഏൽപ്പിച്ചിട്ടുണ്ട്. ആ വകയിലും കുറച്ച് പൈസ വരും, എന്നാലും കുറച്ച് സമയം ബാക്കി വരും. നിന്റെ പരിചയത്തിൽ ആർക്കെങ്കിലും ഒരു പകരക്കാരൻ ഡ്രൈവറെ വേണ്ടി വരുമോ? കടം വീട്ടുണ്ടേ മോനെ. ഇപ്പൊ വരാം. രമയ്ക്ക് സുഖം തന്നെയല്ലേ? അതെ. ശിവൻ എന്ത് പറയുന്നു? മുരളേട്ടൻ കയറിയിരിക്കൂ, ഞാൻ അമ്മയെ വിളിക്കാം. ഇതാരാ? മുരളിയോ? വരും മോനെ, ഇരിക്കൂ. ഇരിക്കുന്നില്ല അമ്മയുടെ, കുറച്ച് തിരക്കുണ്ട്. 10:30 വണ്ടിക്ക് മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. ഞാൻ എറണാകുളം വരെ ഒന്ന് പോവാ. ഇന്ദു എവിടെ? ഇന്ദു, എന്തെത്ര അത്യാവശ്യമായിട്ട് എറണാകുളത്തേക്ക്? ഉറപ്പ് പറയാറായിട്ടില്ല, എങ്കിലും ചിലപ്പോ ഞാൻ ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോയേക്കും. വിസ ശരിയായി തുടങ്ങിയിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ബോറടിച്ചു തുടങ്ങി. ഇവിടെ എന്തോ ബിസിനസ് തുടങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് വേണ്ടെന്ന് വെച്ചു. ശരിയായില്ല. നമുക്ക് ആ മണലാരണ്യത്തിൽ കിടക്കാൻ തന്നെയാ യോഗം. അപ്പൊ വീട് പണിയോ? ഓ, തൽക്കാലം അതങ്ങനെ കിടക്കട്ടെ. തിരക്കൂട്ടി തീർത്തിട്ട് ഇപ്പൊ എന്തിനാ? താമസിക്കാനാണെങ്കിൽ ആളില്ല. എവളും കൂടി ഇങ്ങോട്ട് വന്നേ പിന്നെ അവിടെ അമ്മ മാത്രമല്ലേ ഉള്ളൂ. അമ്മയെ തനിച്ചാക്കിട്ട് പോയാൽ എങ്ങനെയാ മുരളി? അതൊക്കെ അമ്മയെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചിട്ടുണ്ട്. വടക്കേന്ന് വല്യമ്മ വരും കിടക്കാൻ. അവരെ അടുത്തുള്ളതുകൊണ്ട് മിണ്ടാനും പറയാൻ ഒരാളായല്ലോ. പിന്നെ സമയം കിട്ടുമ്പോ നിങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് ചെല്ലണം. പ്രേമനോട് പറ ഇടയ്ക്കൊക്കെ നിന്നെയും കൂട്ടി അവിടെ ചെന്ന് താമസിക്കാൻ. പ്രേമൻ എവിടെ? നാടകസമിതിയിലേക്ക് പോയിരിക്കുക. ശങ്കരേട്ടനോ? അച്ഛനും പുറത്തു പോയിരിക്കുക. വരുമ്പോ പറഞ്ഞാ മതി. പിന്നെ ഞാൻ അന്ന് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഭാര്യ, ഭർത്താവ്, കുടുംബം. രമ ചിലപ്പോ കാപ്പി ഉണ്ടാക്കാവൂ. ഒന്നും വേണ്ടെന്ന് പറഞ്ഞേക്കെ. എന്നാ വരട്ടെ. അല്ല, മുരളി ഒന്നും കഴിക്കാതെ? അതല്ലേ പറഞ്ഞത്, ഇപ്പൊ ഒന്നും വേണ്ടാന്ന്. ആ ഗോപു ഒന്ന് ചോദിക്കാൻ വിട്ടുപോയി. ഗോപുന്റെ റിസൾട്ട് കഴിഞ്ഞ ആഴ്ച ആയിരുന്നില്ലേ? എന്തായി? എന്തിനാ മുരളിയായിട്ട് ആവശ്യമില്ലാത്ത ഓർമ്മിപ്പിക്കുന്നത്? ഇതുവരെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ അടുത്ത സെപ്റ്റംബറിൽ ചില അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കും. ഞാൻ കാര്യമായി ശ്രമിക്കാൻ പോവാണ്. ഭയങ്കര കനം. ആ, ശങ്കരൻ നായരെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ? ആരാന്ന് പറഞ്ഞില്ല. ആ, എന്താ അച്ചു ഇവിടെ? മനുഷ്യനാണോ താൻ? തന്റെ വീട്ടിൽ നിന്നൊരു പെൺകുട്ടി പ്രസവിക്കാൻ പോയിട്ട് ഇതുവരെ ഒന്നും തിരിഞ്ഞു നോക്കാത്ത മനുഷ്യനാണോന്ന്? അല്ല. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ അവൾ അന്വേഷിക്കും, അച്ഛനെ കാണാറുണ്ടോ, അമ്മയെ കാണാറുണ്ടോന്ന്. എന്തുകൊണ്ടാ? നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ. മരുമകളെ തലയിൽ എടുത്തോണ്ടായിരുന്നല്ലോ നടപ്പ്. എന്ത് തെറ്റാ അവള് ചെയ്തത്? നമുക്ക് വീട്ടിൽ പോയി. ഞാനിനി ഇല്ല അങ്ങോട്ട്. ബസ് ഇറങ്ങി തന്റെ വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് അറിഞ്ഞത് താൻ അവിടെ കാണില്ല. ഇവിടെ വന്ന് അന്വേഷിക്കാൻ. അന്വേഷിച്ചു, കണ്ടു. ഇനി ഞാൻ പോണു. ഗീത പ്രസവിച്ചിട്ട് ആഴ്ച ഒന്ന് കഴിഞ്ഞു. ആൺകുട്ടി. താൻ അറിഞ്ഞു കാണും. എന്നാലും അവളായിട്ട് അറിയിച്ചു എന്ന് പറയാനാ ഞാൻ വന്നത്. പ്രസവത്തിന് മുമ്പ് നിങ്ങൾ ആരും ചെന്നില്ല, പോട്ടെ. പ്രസവിച്ച് കഴിഞ്ഞാലെങ്കിലും ചില ചടങ്ങുകളൊക്കെ ഉണ്ട് നമ്മുടെ സമുദായത്തിൽ. അതിനെപ്പറ്റി പറഞ്ഞപ്പോ തന്റെ മോൻ പറഞ്ഞ എന്താണെന്ന് അറിയോ? ഒരു ചടങ്ങുകളും വേണ്ട, കൊണ്ടുപോകാറാവുമ്പോ ഒറ്റയ്ക്ക് കൊണ്ടോക്കോളാന്ന്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊന്നും അത്ര ശരിയല്ല. അമ്മണി, നമ്മുടെ ഗീത പ്രസവിച്ചു. ആൺകുട്ടി. എപ്പോ? ആഴ്ച ഒന്ന് കഴിഞ്ഞു. നമ്മൾ ആദ്യമായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയായി. എന്നിട്ടും നമ്മളത് അറിഞ്ഞില്ലടി. ദിവസവും ഇതിലെ കടന്നു പോകുന്ന നമ്മുടെ മോന് അവൻ അറിയിക്കാൻ മനസ്സുണ്ടായില്ല. അത് തിരക്കിനിടയ്ക്ക് അവൻ ചിലപ്പോ മറന്നതാവും. വേണ്ടടി, നീ എന്നെ സമാധാനിപ്പിക്കൊന്നും വേണ്ട. അത്രയ്ക്ക് വിഷമൊന്നും എനിക്കില്ല. അവനേക്കാ വാശിയുള്ളതാണ് ഞാൻ.
എനിക്ക് അങ്ങനെ ഒരു മകനില്ല. പിന്നെ കടക്കാരനായി പോയതുകൊണ്ട് കുറച്ചു കാലം കൂടി ഇതൊക്കെ സഹിക്കണം, അത്ര ഞാൻ കരുതിയിട്ടുള്ളൂ. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ? രണ്ടാളുടെയും കാര്യം നീ നോക്കണ്ട, ഒന്നിൽ അവൻ അല്ലെങ്കിൽ ഞാൻ. എല്ലാരും കേൾക്കാനാ പറയുന്നത്. ഗീത നമ്മളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നമുക്ക് അവളെയും കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് അവൻ എന്നെ അവിടെ നാട്ടി ഇറക്കുന്നത് നിനക്ക് കാണുമല്ലേ? എന്നാ അച്ഛൻ വരണ്ട, ഞാനും അമ്മയും കൂടെ പോയിക്കോളാം. പൊയ്ക്കോ, പക്ഷെ പിന്നെ ഈ പടിക്കകത്തേക്ക് കിടക്കരുത്. എന്നാലും അവക്ക് എന്ത് തോന്നും? അവക്ക് എന്ത് തോന്നിയാലും പ്രശ്നമില്ല. അവന്റെ ഭാര്യയാണ്. അവന്റെ ഭാര്യയും കുഞ്ഞുമായിട്ട് നമുക്ക് ഒരു ബന്ധവും വേണ്ട. മോനെ, നമുക്ക് പോയി മുത്തച്ഛനെ മുത്തച്ഛയൊക്കെ കാണണ്ടേ? ദേ പിന്നെ നിങ്ങൾ തമ്മിലുള്ള വഴക്കൊന്നും ഞാൻ നോക്കില്ല. അവിടെ ചെന്നാ ഞാൻ നേരെ അങ്ങോട്ട് കയറി ചെല്ലും. എന്തിന്? മോനെ അച്ഛനെ അമ്മയും കാണിക്കാൻ. അല്ലെങ്കിലും ഞാൻ അവരോട് മിണ്ടാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അവരെന്നോടെന്ത് തെറ്റാ ചെയ്തത്? എന്നോട് തെറ്റ് ചെയ്താൽ നിന്നോട് തെറ്റ് ചെയ്യുന്ന പോലെ തന്നെയാ. അവരുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട. എന്നാലും ഒരെന്നാലും ഇല്ല. നീ അവിടെ പോവുകയോ സംസാരിക്കുകയോ എങ്ങാനും ചെയ്താൽ അമ്മണിയേ, വാ, ഇതിലെ ആ വഴി. ഗീതേ, അതിനെ അകത്തുകൊണ്ട് കിടത്താൻ, അതിന്റെ ഉറക്കം കളയാനായിട്ട് ഓരോരുത്തരും. നിനക്കെന്താ അവിടെ കാര്യം? എന്താണെന്ന്? ഇത്ര നാളായിട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ചത്തോ ജീവിച്ചോ ഒന്ന് അന്വേഷിച്ചിട്ടില്ല. ഇപ്പൊ വന്നിരിക്കുന്നു പിന്നായിരിക്കാൻ. എന്തിനാ കഴിയുന്നേ? അതിനെ കൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ല. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നമ്മളോട് ഒറ്റയ്ക്കാ. അച്ഛനുമില്ല, അമ്മയില്ല. അത് കഴിഞ്ഞ ജന്മത്തിലാന്ന് കരുതിയാൽ മതി. ഒന്നുമില്ല, ഉറക്കം വരുന്നില്ല.
അമ്മേ കാലം മാറി. ഇനി അങ്ങോട്ട് തുണി അലക്കലും ചോറുവെക്കലും ഒക്കെ അച്ഛനോട് ചെയ്താൽ മതി എന്ന് പറ. ഇതേ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് വിളിക്കുക. ആ എന്തിനാ കിണിക്കുന്നത്? അല്ല, നാളത്തെ ബാങ്ക് മാനേജരാണേ വെള്ളം ചൂടാക്കുന്ന അടുക്കളപ്പണിയൊക്കെ. അതിനെന്താ, മഹാത്മാഗാന്ധി എന്തെല്ലാം വീട്ടിൽ ചെയ്തിട്ടുണ്ട്? ഇതുപോലെ കുഞ്ഞിനെ നോക്കിയിട്ടുണ്ടോ എന്തോ എനിക്കറിയില്ല. ദേ ഉണ്ണേട്ടാ, ആ മോനെ ഒന്ന് പിടിച്ചേ. അച്ഛന്റെ മോനല്ലേടാ. ആ കരയല്ലേ. ഇതേ ഇതേ ആ. ദൈവം പിടിച്ചേ. സർവത്ര മൂത്രം ഒഴിച്ചു. ആ, കുട്ടികൾ അച്ഛന്റെ ദേഹത്ത് മൂത്രം ഒഴിക്കുന്നൊക്കെ പതിവാ. ഞാൻ പറഞ്ഞില്ലേ, എന്തുവാടാ? ഈ സമയത്ത് മക്കളെ നോക്കാൻ നമ്മുടെ അമ്മമാരുണ്ടാകേണ്ടതാ. ഓ, അപ്പൊ അമ്മമാരില്ലാത്തവരെന്ത് ചെയ്യും? ഇല്ലാത്തവരുടെ കാര്യം പോട്ടെ, ഇത് വിളിച്ചാ വിളിയേക്കുന്ന ദൂരത്ത് ആളുണ്ടല്ലോ. അല്ല, എത്ര ദിവസം ഒന്നും പറഞ്ഞാ തുണി ഇരുമുന്നതും വെള്ളം ചൂടാക്കുന്നതും ഒക്കെ. ഇതേ ദേഷ്യപ്പെടുവൊന്നും വേണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. കാശുണ്ടെങ്കിൽ അമ്മമാരുടെ സ്ഥാനത്ത് നിനക്ക് എത്ര മോരെ വേണം? ഉം. നീ നോക്കിക്കോ, ഞാൻ കാണിച്ചു തരാം. വന്നാട്ടെ. പടി പടി. ആ. കുഞ്ഞമ്മേ, ഏ? ദേ ആ കാണുന്നതാ നമ്മുടെ വീട്. അപ്പൊ ഇതോ? ആ, അത് വേറെ ആൾക്കാരാ. വാ. ഹിന്ദുക്കളാ ക്രിസ്ത്യാനികളാ? വാന്ന്. കുഞ്ഞമ്മയോ? ഇതേതാ ഇവനൊരു പുതിയ കുഞ്ഞമ്മ? മോളെ ഇച്ചിരി ചോറ്. ഉം.